ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 21 ഉത്തർപ്രദേശ് സർക്കാർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചർച്ചകൾക്ക് പുതിയ ഊർജം പകർന്നിരിക്കുകയാണ്. ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ റാലികൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഉത്തരവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സഖ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുമെന്നതിനാൽ ഇതിനെ വലിയൊരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ജാതി അടിസ്ഥാനമാക്കിയുള്ള റാലികളെ പൊതുക്രമത്തിനും ദേശീയ ഐക്യത്തിനും ഭീഷണിയാണെന്ന് നിർവചിച്ചുകൊണ്ടാണ് ഈ നടപടിക്ക് ന്യായീകരണം നൽകിയത്. കേവലം ക്രമസമാധാന ലംഘനത്തെക്കാൾ ഗുരുതരമായ പ്രത്യേക അർത്ഥത്തിലാണ് സർക്കാർ ഈ ഉത്തരവിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. 2027 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സാമൂഹിക ഗ്രൂപ്പുകളിലേക്കും സമൂഹങ്ങളിലേക്കും തങ്ങളുടെ ആശയങ്ങൾ എത്തിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്ന സമയത്താണ് ഈ നിരോധനം എന്നത് ശ്രദ്ധേയമാണ്. ജാതി റാലികൾ നിരോധിച്ചപ്പോൾ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ റാലികൾക്ക് സമാനമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചില്ല എന്നത് BJPയുടെ തന്ത്രങ്ങളെ കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നു. മതപരമായ റാലികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട സംരക്ഷിക്കാനുള്ള ശ്രമമായാണ് പലരും ഇതിനെ കാണുന്നത്. ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറി ദീപക് കുമാറിന്റെ പേരിലാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 16 അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ വെളിച്ചത്തിലാണ് ഈ നീക്കം. 1989 പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകൾ ഒഴികെയുള്ള എല്ലാ പോലീസ് രേഖകളിലും ജാതി വെളിപ്പെടുത്തുന്നത് നിരോധിക്കാൻ ആവശ്യമായ ഭേദഗതികൾ വരുത്താനും അതിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ രൂപീകരിക്കാനും കോടതി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോടും DGPയോടും നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവിനെ മറയാക്കിയിട്ടാണ് സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായുള്ള ഈ നിലപാട് സ്വീകരിച്ചതെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. ഈ നിരോധനത്തിന്റെ പ്രധാന ലക്ഷ്യം യാദവ ജാദവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുള്ള സമാജ്വാദി പാർട്ടി BSP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെയാണെന്ന് വ്യക്തമാണ്. SP അവരുടെ PDA എന്ന മുദ്രാവാക്യത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ BSP പ്രധാനമായും ദളിത് രാഷ്ട്രീയമാണ് പയറ്റുന്നത്. SP യാദവേതര സമുദായങ്ങളിലേക്ക് കടന്നു ചെല്ലാനും BSP ജാതിവേതര സമുദായങ്ങളിലേക്ക് സ്വാധീനം ഉറപ്പിക്കാനും ശ്രമിക്കുന്ന സമയത്താണ് ഈ ഉത്തരവ് വരുന്നത്. ഈ രണ്ട് പാർട്ടികളും ഇതര ജാതികൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങൾ തീവ്രമാക്കുന്നതിനിടെയുള്ള ഈ നിരോധനം അവരുടെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തടയിടുമെന്ന് BJP കണക്കുകൂട്ടുന്നു. എന്നാൽ ജാതി രാഷ്ട്രീയം BJPക്ക് അന്യമായ ഒന്നല്ല. അവർ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ബ്രാഹ്മൺ, ക്ഷത്രിയർ, യാദവേതര, ജാതിവേതര സമുദായങ്ങൾ തുടങ്ങിയ ജാതി ഹിന്ദുക്കൾക്കിടയിലാണ്. വിവിധ ജാതികളുമായി അടുത്ത് പ്രവർത്തിക്കുകയും അവരുമായി ബന്ധപ്പെട്ട ജാതി അടിസ്ഥാനമാക്കിയുള്ള റാലികളിൽ BJP നേതാക്കളും സഖ്യകക്ഷികളും നിരന്തരം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. BJP നയിക്കുന്ന NDAയിലെ സഖ്യകക്ഷികളായ രാഷ്ട്രീയ ലോക്ദൾ, നിഷാദ് പാർട്ടി, സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി, അപ്നാദൾ എന്നിവയെല്ലാം ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാർട്ടികളാണ്. മന്ത്രിസഭാംഗത്വവും പാർട്ടി ടിക്കറ്റുകളും പോലും ജാതി അടിസ്ഥാനമാക്കിയിട്ടാണ് പലപ്പോഴും തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജാതി രാഷ്ട്രീയത്തിൽ സജീവമായി ഏർപ്പെട്ടുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കാൻ BJPക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്. നിരോധന ഉത്തരവ് സമയത്ത് രാഷ്ട്രീയ ചൂട് വർദ്ധിപ്പിച്ചത് അത്ഭുതകരമല്ല. NDAയിലും ഇന്ത്യ സഖ്യത്തിലും BSPയിലും ഇത് അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. ജാതി അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ റാലികൾ നിരോധിക്കുന്നതിലൂടെ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കൂടുതൽ ശക്തമാക്കാനും അതുവഴി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനും സാധിക്കുമെന്ന് BJP വിശ്വസിക്കുന്നു. എന്നാൽ ആദിത്യനാഥ് സർക്കാരിന്റെ ഈ നീക്കത്തെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ശക്തമായി വിമർശിച്ചു. SP പ്രസിഡന്റ് അഖിലേഷ് യാദവ് UP സർക്കാരിനോട് 5 നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. 5000 വർഷമായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ജാതി വിവേചനം ഇല്ലാതാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തത്? വസ്ത്രം, വേഷവിധാനം, ചിഹ്നങ്ങൾ എന്നിവയിലൂടെ ജാതി പ്രശ്നത്തിൽ നിന്ന് ഉണ്ടാകുന്ന വിവേചനം ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. SP വക്താവ് രാജ്കുമാർ ഭാട്ടിയയും സംസ്ഥാന സർക്കാരിനെ നിശിതമായി വിമർശിച്ചു. ഗുർജാർ സമൂഹം ഉൾപ്പെടെയുള്ള വിവിധ ജാതികൾക്കിടയിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ അവബോധത്തെ BJP ഭയപ്പെടുകയാണെന്നും ആസൂത്രിതമായ ഒരു റാലി തകർക്കാൻ വേണ്ടിയാണ് ഈ നിരോധനമെന്നും അദ്ദേഹം ആരോപിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലക്നൌവിലെ BJP ഓഫീസിൽ ഒരു മാസം തുടർച്ചയായി വിവിധ ജാതികളുടെ യോഗങ്ങൾ നടന്നിരുന്നുവെന്ന് ഭാട്ടിയ ചൂണ്ടിക്കാട്ടി. ഓരോ ജാതിയിൽ നിന്നുമുള്ള മന്ത്രിമാരുടെ എണ്ണം പ്രഖ്യാപിക്കുന്ന ഒരു ബോർഡ് പോലും BJP അവിടെ സ്ഥാപിച്ചിരുന്നു. ഗാസിയാബാദ് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിനിടെ ആദിത്യനാഥ് നടത്തിയ റോഡ് ഷോയിലും
സമാനമായ ജാതി രാഷ്ട്രീയം പ്രകടനമായിരുന്നു. 1 കിലോമീറ്റർ റോഡ് ഷോയുടെ വഴികളിൽ ജാതികളെ ഉൾക്കൊള്ളുന്ന 10 സ്വാഗത വേദികൾ ഒരുക്കുകയും വ്യത്യസ്ത ജാതികളുടെ പേരുകൾ എഴുതിവെക്കുകയും ചെയ്തു. ബാബാ സാഹേബ് അംബേദ്കർ നീതി എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു തുല്യ സമൂഹത്തിന് ആഹ്വാനം ചെയ്തു. എന്നാൽ ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അനീതി, പക്ഷപാതം, മുൻവിധി എന്നിവ ഉത്തർപ്രദേശിൽ അവസാനിച്ചുവോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. അധികാരത്തിലിരിക്കുന്നവർ വ്യാജ ഏറ്റുമുട്ടലുകൾ മുതൽ നിയമനത്തിലെ പക്ഷപാതം വരെ ഒന്നിലധികം വഴികളിലൂടെ സത്വത്തെ അടിസ്ഥാനമാക്കി അധസ്ഥിതർ, ദളിതർ, പിന്നാക്കക്കാർ, ന്യൂനപക്ഷങ്ങൾ എന്നിവരോട് വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ യാദവ് പറഞ്ഞു. ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങളോ സംഘടനകളോ നിരോധിക്കാനെന്ന പേരിലുള്ള ഈ തീരുമാനം യഥാർത്ഥത്തിൽ അനീതിയുടെ ശക്തികളെ കൂടുതൽ ധൈര്യപ്പെടുത്തുകയും വിവേചനത്തിനെതിരെ പോരാടുന്ന സാമൂഹിക അധിഷ്ഠിത ഗ്രൂപ്പുകളെ ലക്ഷ്യം വെക്കുകയുമാണ് ചെയ്യുന്നത്. ഈ തീരുമാനം അപകടകരവും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെയും ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജാതി രാഷ്ട്രീയം എന്നത് ഇന്ത്യയുടെ സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത് ചർച്ച ചെയ്യുന്നതിന് തടഞ്ഞുകൊണ്ടല്ല, മറിച്ച് ജാതി വിവേചനം അവസാനിപ്പിക്കാനുള്ള ശക്തമായ നിയമനിർമ്മാണത്തിലൂടെയും സാമൂഹിക പരിഷ്കരണത്തിലൂടെയുമാണ്. ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യവുമായി നിലനിൽക്കുന്നിടത്തോളം കാലം രാഷ്ട്രീയ പാർട്ടികൾ അത് അവരുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നതും സ്വാഭാവികമാണ്. ഈ നിരോധനം ജാതി രാഷ്ട്രീയത്തെ പൂർണ്ണമായും അവസാനിപ്പിക്കുമോ എന്നത് സംശയമാണ്. ഒരുപക്ഷെ അത് രാഷ്ട്രീയ പാർട്ടികളെ കൂടുതൽ സൂക്ഷ്മമായ തന്ത്രങ്ങൾ ഉപയോഗിക്കാനും പ്രേരിപ്പിച്ചേക്കാം. പരസ്യമായ ജാതി റാലികൾക്ക് പകരം ജാതി നേതാക്കളെ കൊണ്ട് രഹസ്യ യോഗങ്ങളും ചെറിയ ഗ്രൂപ്പ് മീറ്റിംഗുകളും സംഘടിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചേക്കാം. ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നിടത്തോളം കാലം അത് രാഷ്ട്രീയത്തിൽ നിന്നും അപ്രത്യക്ഷമാവില്ല, മറിച്ച് അതിന്റെ പ്രകടമായ രൂപം തന്നെ മാറിയേക്കാം.